മരണം നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത നിങ്ങളുടെ വളരെ 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 വേണ്ടപ്പെട്ട ഒരാളെ വീണ്ടും ഈ ഭൂമിയിൽ കണ്ടുമുട്ടാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചാലോ? അവർ വളരെ അപ്രതീക്ഷിതമായി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുപോലെ തന്നെ ഒരു ദിവസം മടങ്ങി പോകുമെന്ന് അറിഞ്ഞ് അവരുടെ കൂടെ വീണ്ടും സമയം ചെലവഴിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ എത്രത്തോളം സ്പെഷ്യൽ ആയിരിക്കും അല്ലേ? തുടക്കം മുതൽ അവസാനം വരെ കണ്ടിരിക്കുമ്പോൾ കണ്ണും മനസ്സും ഒക്കെ നിറയ്ക്കുന്ന ഒരു വളരെ ഫീൽ ഗുഡ് സ്റ്റോറിയാണ് ബി വിത്ത് യു എന്ന 2018 റിലീസായ ചിത്രം. വേണ്ടപ്പെട്ടവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിച്ചാലും അവർ നമ്മുടെ അടുത്ത് നിന്ന് ഇല്ലാതാകുന്ന ആ ഒരു സമയത്താണ് നമുക്ക് അവരുടെ വാല്യൂ സ്നേഹവും കൂടുതലായി മനസ്സിലാവുക. അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കുറച്ചു പേരുടെ കഥ വളരെ ഫീൽ ഗുഡായി പറഞ്ഞ ഈ കഥയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് ഒരു അമ്മ പെൺകുഞ്ഞിനെയും അതിന്റെ കുഞ്ഞിനെയും കാണിച്ചുകൊണ്ടാണ്. മരിച്ച ശേഷവും ആ അമ്മ കുഞ്ഞിനെ കാണാനായി ഒരു മഴക്കാലത്ത് ഭൂമിയിലേക്ക് എത്തുന്നു. ആ റെയിനി സീസണിലെ അവസാന മഴത്തുള്ളി വീഴുന്നതിന് മുന്നേ അമ്മ തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. മരണപ്പെട്ടെങ്കിലും കുറച്ചുകൂടെ നാൾ തന്റെ കുഞ്ഞിന്റെ കൂടെ ചെലവഴിക്കാൻ കിട്ടിയ ആ ഒരു സന്തോഷത്തിലാണ് ആ അമ്മ മടങ്ങി പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയൊന്നും അല്ല. പക്ഷേ ഈ ഒരു കഥ ഇപ്പോൾ നമ്മുടെ കഥാനായകനായ ജങ് എന്ന കുഞ്ഞു പയ്യൻ അവന്റെ ബുക്കിൽ നിന്ന് വായിക്കുകയാണ്. ജങ്ങും ഇതുപോലെ ഒരു ദിവസം തന്റെ അമ്മ ഒരു മഴക്കാലത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ജങ്ങിന്റെ അമ്മയും മരണപ്പെട്ടതാണ്. ജങ്ങിന്റെ അമ്മയുടെ ഫ്യൂണറൽ നടക്കുകയാണ്. അവൻ പക്ഷെ അമ്മയെ അങ്ങനെ കാണാൻ താല്പര്യമില്ലാതെ മുറിക്കകത്ത് കയറിയിരിക്കുന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ബന്ധുക്കള് പ്രഗ്നൻസി മൂലം ശരീരം ആകെപ്പാടെ വീക്കായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് റിക്കവർ ആകാൻ ഇത്ര വർഷമെങ്കിലും കഴിഞ്ഞിട്ടില്ല. അതാണ് അകാലത്തില് മരണം സംഭവിക്കാൻ കാരണമെന്നൊക്കെ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നു. എന്തെങ്കിലും വീണ്ടും അമ്മയെ കണ്ടുമുട്ടണം എന്നതാണ് ആ സമയത്ത് അവന്റെ ഒരേ ഒരു പ്രാർത്ഥന. അമ്മ മരിച്ചത് കൊണ്ട് തന്നെ ജങ് ഇപ്പോൾ താമസിക്കുന്നത് അവന്റെ അച്ഛന്റെ കൂടെയാണ്. വൂജിൻ എന്ന ജങ്ങിന്റെ അച്ഛൻ വളരെ കെയറുള്ള ഒരു ഫാദറാണ്. തന്റെ ജോലി തിരക്കുകൾക്കിടയിലും മകന്റെ കാര്യങ്ങൾ നോക്കാൻ അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട്. അവനെ സ്കൂളിലേക്ക് ഒരുക്കുകയൊക്കെ ചെയ്യുന്നത് അച്ഛനാണ്. ജങ് ആകട്ടെ ഒന്നിലും താല്പര്യമില്ലാതെ എപ്പോഴും അമ്മയുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. അവൻ അമ്മയെ മിസ് ചെയ്യുമ്പോൾ അമ്മയുടെ കബോർഡിൽ കയറി ഇരിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. അതിന്റെ ഇടയിൽ എപ്പോഴും അവൻ ന്യൂസിൽ കാലാവസ്ഥ വാർത്തകൾ വരുമ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കാറുണ്ട്. താൻ വായിച്ച പെൻഗ്വിന്റെ കഥയിലെ മഴക്കാലത്ത് പോലെ ഇപ്പോ മഴ പെയ്യുമ്പോൾ തന്റെ അമ്മയെ വരുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. ജങ്ങിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നതെല്ലാം അച്ഛൻ തന്നെയാണ്. ജങ്ങിനെ സ്കൂളിൽ വിട്ട ശേഷം തന്റെ ജോലി സ്ഥലത്തേക്ക് വൂജിൻ പോകുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്നത് ഒരു സ്വിമ്മിംഗ് ക്ലാസ് ഒക്കെ നടത്തുന്ന സ്ഥലത്താണ്. അവിടെ ഒരു സഹപ്രവർത്തകയ്ക്ക് വൂജിനോട് കുറച്ച് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് വൂജിനുള്ളപ്പോൾ വളരെ കെയറോടുകൂടി അയാൾക്ക് കോഫി കൊടുക്കാനും ഒക്കെ ആ സഹപ്രവർത്തക കൂടെ തന്നെ കാണും. ഇത് ശ്രദ്ധിക്കുന്ന അവിടുത്തെ സ്വിമ്മിംഗ് ഇൻസ്ട്രക്ടറായ ചോയ്ക്ക് വൂജിനോട് വല്ലാത്ത അസൂയ തോന്നുന്നു. ഇവനൊരു ഭാര്യ മരണപ്പെട്ട ആളായിട്ട് പോലും ഇവന്റെ ഡിമാൻഡിന് ഒരു കുറവില്ലല്ലോ. എല്ലാ പെണ്ണുങ്ങൾക്കും ഇവന് മതിയല്ലോ എന്നാണ് ചോയ്ക്കപ്പോൾ തോന്നുന്നത്. അന്ന് ക്ലാസ് കഴിഞ്ഞ് ജങ് നേരെ പോകുന്നത് ഒരു ബേക്കറിയിലേക്കാണ്. ഈ ബേക്കറി നടത്തുന്ന അലക്സ് എന്ന ആളിനെ ജങ്ങിന് നല്ല പരിചയമാണ്. അവർ തമ്മിൽ നല്ല കമ്പനിയാണ്. ഒരു മാമൻ അനന്തരവൻ കൂട്ടാണ് അവർ തമ്മിലുള്ളത്. സ്കൂളിൽ ഒരു റേസ് നടക്കുന്നുണ്ട്. ആ റേസില് അച്ഛനും മക്കളുമാണ് പങ്കെടുക്കേണ്ടത്. എന്റെ അച്ഛൻ വരാൻ സാധ്യതയൊന്നും ഇല്ല എന്നൊക്കെ ജങ് സങ്കടപ്പെടുമ്പോ അച്ഛന് പകരം ഞാൻ നിന്റെ കൂടെ റേസിൽ പങ്കെടുക്കാന്ന് അലക്സ് അവന് വാക്ക് കൊടുക്കുന്നു. അവൻ വലിയ സന്തോഷത്തിൽ പിന്നീട് അച്ഛൻ വരുമ്പോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ റേസ് നടക്കാൻ പോകുന്നു. പറഞ്ഞതുപോലെ തന്നെ അലക്സ് ജങ്ങിന് വേണ്ടി കൂടെ പങ്കെടുക്കാനായി സ്കൂളിൽ എത്തുന്നുണ്ടെങ്കിലും അച്ഛന്റെ കൂടെ പങ്കെടുക്കാൻ പറ്റൂ, അങ്ങനെ അങ്കിളിന്റെ കൂടെ ഒന്നും പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സ്കൂളിൽ നിന്ന് അറിയിക്കുന്നു. അത് കേട്ട് ജങ് വളരെ നിരാശയിലാവുന്നു. ഇതേ സമയം ഈ റേസിന്റെ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന വൂജിനാകട്ടെ റേസ് തുടങ്ങുന്നതിന് മുന്നേ തന്റെ ജോലിയൊക്കെ തീർത്ത് പോകാനായി നിൽക്കുമ്പോൾ ചോയ് മനഃപൂർവ്വം തന്നെ വൂജിന് വീണ്ടും ജോലികൾ കൊടുത്ത് അവിടെ കുറച്ചു നേരം പിടിച്ചിരുത്തി സമയം കളയുന്നു. എങ്കിലും റേസ് തുടങ്ങുന്നതിന് മുന്നേ അവിടെ എത്താനായി വൂജിന് സാധിക്കുന്നു. വൂജിനെ കാണുമ്പോൾ ജങ് വളരെ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി റേസിൽ പങ്കെടുക്കുന്നു. പക്ഷേ ജയിക്കുമെന്ന പ്രതീക്ഷ ആ ഒരു റിലേ റേസിൽ പങ്കെടുക്കുന്ന സമയം ജങ്ങിനില്ല. കാരണം തന്റെ അച്ഛൻ ഓടി ജയിക്കുമെന്ന് അവന് പ്രതീക്ഷയില്ല. അത് മനസ്സിലാക്കുന്ന വൂജിൻ മകന്റെ സന്തോഷത്തിനു വേണ്ടി ജയിക്കാനായി തന്നെയാണ് ആ റേസിൽ കഷ്ടപ്പെട്ട് ഓടുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് വീണ് അങ്ങനെ അവർ തോൽക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ ഒരു തോറ്റ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി രണ്ടുപേരും വളരെ ഹാപ്പിയായാണ് വീട്ടിലേക്ക് പോകുന്നത്. അടുത്ത ദിവസം മഴ പെയ്യുന്നത് കണ്ടാണ് ജങ് ഉറക്കമെണ്ണിക്കുന്നത്. ഈ മഴക്കാലത്ത് തന്റെ അമ്മ വരുമെന്ന പ്രതീക്ഷയിൽ അവൻ വേഗം തന്നെ പുറത്തേക്ക് ഓടിപ്പോകുന്നു. അവൻ പോകുന്നത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന്റെ അവിടേക്കാണ്. ഇത് കാണുന്ന വൂജിനും പിറകെ ഓടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി അവിടെ തന്റെ അമ്മ ഇല്ല എന്ന് കാണുമ്പോൾ ജങ് വളരെ നിരാശനാവുന്നു. സങ്കടപ്പെടുന്ന മകനെയും കൂട്ടി വൂജിൻ തിരിച്ചു നടക്കുന്നു. അങ്ങനെ ആ ഒരു ടണലിലേക്ക് പ്രവേശിക്കുന്നവർ അവിടെ ഒരു അവശയായ സ്ത്രീയെ കാണുന്നു. അത് ആരാണെന്ന് കണ്ട് രണ്ടുപേരും ഷോക്കാവുകയാണ്. കാരണം അത് വൂജിന്റെ ഭാര്യയും
ജങ്ങിന്റെ അമ്മയുമായ സൂഹ എന്ന ലേഡിയാണ്. മരണപ്പെട്ട സൂഹ ഇങ്ങനെ തിരിച്ചെത്തിയത് കണ്ട് വൂജിനാകെ പേടിച്ചിരിക്കുകയാണ്, ഇത് സൂഹയുടെ പ്രേതമാണോന്ന്. പക്ഷെ ജങ്ങാകട്ടെ തന്റെ അമ്മ മഴക്കാലത്ത് മടങ്ങി വന്നു എന്ന ആ ഒരു സന്തോഷത്തിലുമായിരുന്നു. സൂഹയ്ക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലാത്ത അവസ്ഥയാണ്. സത്യത്തിൽ ഇവർ ഒരു പ്രേതമാണോ അതോ യഥാർത്ഥത്തിൽ ഇവർ മരിച്ചില്ലായിരുന്നോ എന്ന കാര്യങ്ങളൊന്നും തന്നെ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഓർമ്മകളെ അമ്നേഷ്യ ബാധിച്ചിരിക്കുന്നു. അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് എന്നാൽ തന്റെ ഭാര്യയുടെ രൂപത്തിലുള്ള ആ ഒരു സൂഹയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വൂജിൻ എത്താണ്. സത്യത്തിൽ വൂജിന് താല്പര്യമില്ലായിരുന്നു കൂട്ടിക്കൊണ്ടുവരാൻ, ഒരു പേടി പോലെയുണ്ട്. ജങ്ങാണ് തന്റെ അമ്മയെ മുൻകൈ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വീട്ടിലെത്തിക്കഴിഞ്ഞ് ദേ നമ്മൾ ഒരു ഫാമിലി ആയിരുന്നു, നിങ്ങൾ എന്റെ അമ്മയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജങ് ഫാമിലി ഫോട്ടോ ഒക്കെ സൂഹയെ കാണിക്കുമ്പോൾ അവർക്ക് ഒന്നും തന്നെ ഓർമ്മ വരുന്നില്ലെങ്കിലും ഇത് കണ്ട് വൂജിൻ വളരെ പാനിക്കാവുന്നു. വൂജിൻ മകനെ മാറ്റിക്കൊണ്ടുപോയി, നീ ഇപ്പോ കൂടുതൽ ക്ലോസ് ആവണ്ട, നിന്റെ അമ്മയ്ക്ക് സത്യത്തിൽ എന്താ പറ്റിയെന്ന് പോലും നമുക്കറിയില്ല, അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാനൊക്കെ മകനെ ഉപദേശിക്കുന്നു. അവരങ്ങനെ സംസാരിച്ച് വരുമ്പോഴേക്കും സൂഹ ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നു. ഞാൻ ഇവിടെ തന്നെ ആയിരുന്നെങ്കിൽ എനിക്കെന്താ ഒന്നും ഓർമ്മയില്ലാത്തതെന്ന് സൂഹ ഡൗട്ട് അടിക്കുമ്പോൾ, നിനക്ക് ഇടയ്ക്ക് വെച്ച് പനി വന്ന് ഹോസ്പിറ്റലിലായിരുന്നു, അവിടെ നിന്നും മടങ്ങി വരുന്ന വഴി ആ ഒരു ടണലിന്റെ അടുത്ത് നമ്മളെത്തിയപ്പോൾ നീ മറിഞ്ഞു വീണ് തലയ്ക്ക് പരിക്കേറ്റ് അങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ടതാണ്, സാറില്ല, അതൊക്കെ മടങ്ങി വരുമെന്നാണ് അവർ സൂഹയോട് പറയുന്നത്. അങ്ങനെ സൂഹയും അത് വിശ്വസിക്കുന്നു. ജങ്ങാകട്ടെ വളരെ ഹാപ്പി. അവൻ അടുത്ത ദിവസം ഒന്നും സ്കൂളിൽ പോകാൻ തീരെ താല്പര്യമില്ലെങ്കിലും വൂജിൻ അവനെ നിർബന്ധിച്ച് സ്കൂളിൽ കൊണ്ടാക്കുന്നു. പക്ഷെ വൂജിൻ അറിയാതെ കോമ്പൗണ്ട് വിട്ട് വൂജിൻ പോയി കഴിയുമ്പോൾ സ്കൂളിലേക്ക് പോകാതെ ജങ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും വീട്ടിലുണ്ടായിരുന്ന സൂഹ അവിടെയുള്ള തന്റെ സാധനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ നിന്നൊരു താക്കോലും വെഡിങ് റിംഗും കിട്ടുന്നു. പക്ഷെ അപ്പോഴേക്കും ജങ് വരുന്നതുകൊണ്ട് സൂഹ അത് മാറ്റിവെച്ച് ജങ്ങിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. സ്കൂളിൽ പോയില്ലേന്ന് സൂഹ ചോദിക്കുമ്പോൾ ടീച്ചർ ഇല്ലായിരുന്നു എന്നാണ് ജങ് പറയുന്നത്. അങ്ങനെ തന്റെ അമ്മയുടെ കുക്കിംഗ് വല്ലാതെ മിസ് ചെയ്ത് ജങ് ആകട്ടെ വീട്ടിലേക്ക് വൂജിനെത്തി കുക്ക് ചെയ്യാനായി കയറുമ്പോൾ അമ്മ ഉണ്ടാക്കിയ ഫുഡ് മതിയെന്ന് വാശി പിടിക്കുന്നു. അങ്ങനെ സൂഹ കുക്ക് ചെയ്യാനായി കിച്ചണിലേക്ക് കയറുന്നുണ്ടെങ്കിലും പഴയതുപോലെയൊന്നും കുക്ക് ചെയ്യാനായി കഴിയുന്നില്ല. സൂഹ ഇപ്പൊ തിരിച്ചു വന്നെങ്കിലും പഴയ ആളെയല്ല. മുന്നേ വീക്കായ സൂഹയ്ക്ക് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ലെങ്കിലും പണ്ട് നല്ല കുക്കായിരുന്ന ആളിപ്പോ അതൊക്കെ മറന്നിരിക്കുന്നു. അങ്ങനെ കുക്കിങ്ങിന്റെ ഇടയിൽ സൂഹയുടെ ദേഹത്തേക്ക് എണ്ണയൊക്കെ തെറിച്ച് വീഴാൻ പോകുമ്പോൾ അത് കാണുന്ന വൂജിൻ സൂഹയെ സേഫ് ആക്കാനായി ശ്രമിക്കുമ്പോൾ വൂജിന് പൊള്ളലേൽക്കുന്നു. അങ്ങനെ പിന്നീട് വൂജിൻ ജങ്ങിനെ ഉറക്കെ കഴിഞ്ഞു വരുമ്പോ സൂഹ വൂജിന്റെ പൊള്ളലുകൾക്ക് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടിയത്, എങ്ങനെ നമ്മൾ തമ്മിൽ റിലേഷനിലായത്, എനിക്കതൊന്നും ഓർമ്മയില്ല, പറഞ്ഞു തരുമോ എന്ന് സൂഹ ചോദിക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്കായി വൂജിൻ പറഞ്ഞു കൊടുക്കുന്നു. ഹൈസ്കൂളിൽ വെച്ചാണ് രണ്ടുപേരും കണ്ടുമുട്ടിയത്. ക്ലാസ്സിലെ പഠിപ്പിയായിരുന്നു സൂഹ. വൂജിനാകട്ടെ പഠനത്തിലായിരുന്നില്ല, മറിച്ച് സ്വിമ്മിങ്ങിലായിരുന്നു ഇൻട്രസ്റ്റ് മുഴുവൻ. അങ്ങനെ ക്ലാസ്സിലെ സൂഹയെ ശ്രദ്ധിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവർക്ക് മിണ്ടാൻ ഒരു ചാൻസ് കിട്ടുന്നത് സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണ്. സ്വിമ്മിങ്ങിന്റെ ഇടയിൽ വെള്ളത്തിൽ നന്നായി നീന്തൽ അറിയാതെ മുങ്ങി താഴാൻ പോയ സൂഹയെ വൂജിനാണ് രക്ഷിച്ചത്. അങ്ങനെ അന്നാണ് അവളോട് അവന് മിണ്ടാൻ നല്ലൊരു അവസരം കിട്ടിയതും അന്നാണ് അവളോട് അവന് ക്രഷ് അടിക്കുന്നതും. പിന്നീട് അവളോട് മിണ്ടാനായി അവന് ക്ലാസ്സിലെ ഉറക്കമൊക്കെ മാറ്റിവെച്ച് പേനയുണ്ടോ ബുക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവളോട് നന്നായി സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഡാൻസ് ക്ലാസ്സിൽ പേര് തിരിക്കുന്ന സമയം നന്നായി ഡാൻസ് ചെയ്യാത്ത വൂജിനെയും അതേപോലെ തന്നെ നന്നായി ഡാൻസ് ചെയ്യാൻ അറിയാത്ത സൂഹയുമാണ് സാർ ഒരു ടീമാക്കുന്നത്. അന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ അറിയാതെ വൂജിൻ സൂഹയുടെ കാലിൽ ചവിട്ടുന്നു. പെട്ടെന്ന് അവൻ സോറി പറഞ്ഞു അവളുടെ ഷൂവിൽ പറ്റിയ അഴുക്ക് തുടയ്ക്കാനായി ഒരുങ്ങുമ്പോഴാണ് അവൾ വേണ്ടെന്ന് പറഞ്ഞവനെ തടുക്കുന്നത്. അങ്ങനെ മുകളിലേക്ക് അവൻ എഴുന്നേൽക്കുമ്പോൾ അവളുടെ മൂക്കിൽ ഇവന്റെ തലയിടിക്കുകയും അങ്ങനെ അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരികയും ചെയ്യുന്നുണ്ട്. ഷോ, എങ്ങനെങ്കിലും പ്രണയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടിയുടെ മൂക്കിടിച്ച് ഇങ്ങനെ ചോര ഒലിപ്പിച്ചല്ലോ. അങ്ങനെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം പിന്നീട് സൂഹയോട് മിണ്ടാനെ വൂജിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ ആ വർഷം ക്ലാസ് അവസാനിക്കാറായ സമയം തന്റെ സ്ലാം ബുക്കിലെ കൂട്ടുകാരുടെ എല്ലാം ഓർമ്മകൾ അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്ന സൂഹയാകട്ടെ മറ്റൊരു കൂട്ടുകാരന് സ്ലാം ബുക്ക് കൊടുക്കാൻ നേരം അവിടെ വൂജിൻ നിൽക്കുന്നത് കണ്ട് വേണമെങ്കിൽ അതിൽ എഴുതിക്കോ എന്ന് പറയുന്നു. അങ്ങനെ അവൻ അതിൽ എഴുതി അവൾക്ക് ആ സ്ലാം ബുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ പേന കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദേ വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ തന്റെ ക്ലാസ്മേറ്റും ക്രഷുമായിരുന്ന സൂഹയുടെ കയ്യിൽ നിന്ന് അന്ന് തനിക്ക് കിട്ടിയ പേന ഇപ്പോഴും താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വൂജിൻ അത് സൂഹയെ കാണിക്കുന്നു. അങ്ങനെ ഹൈസ്കൂൾ പഠനമൊക്കെ അവസാനിച്ചു കഴിഞ്ഞ് തന്റെ സ്വിമ്മിംഗ് കരിയർ പെർസ്യൂ ചെയ്യാനായിട്ട് വൂജിൻ പോവുകയും മറ്റൊരു ദൂരെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായി സൂഹ പോവുകയും ചെയ്തു. സമ്മർ ബ്രേക്ക് സമയങ്ങളിലെല്ലാം സൂഹയെ വൂജിൻ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഫോണിലൂടെ അവളുടെ സൗണ്ട് കേൾക്കുന്ന സമയം ഇവനൊന്നും പറയാൻ കഴിയാതെ കോള് കട്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അതിനുശേഷം ആർമിയിലേക്കുള്ള കോള് വന്ന് കമ്പൽസറി മിലിറ്ററി സർവീസിന് വേണ്ടി 2 വർഷത്തേക്ക് വൂജിൻ നാടുവിട്ടു. അങ്ങനെ അവന് 2 വർഷക്കാലത്തേക്ക് സൂഹയെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ മിലിറ്ററി സർവീസ് കഴിഞ്ഞു വന്ന് വീണ്ടും സൂഹയെ വൂജിൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നു. ഇത്തവണ പേന തിരിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞാണ് അവൻ അവളോട് സംസാരിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഫോണിലൂടെ പേന തിരിച്ചു
കാരണം അതിന് വരണമെന്ന് പറയുമ്പോൾ അവൾ അത് ബ്രേക്ക് ടൈം ആയതുകൊണ്ട് തന്നെ നാട്ടിലുള്ളതുകൊണ്ട് അവനെ വന്ന് കാണുന്നു. ആദ്യം സംസാരം നല്ല രീതിയിലൊന്നും നടക്കുന്നില്ലെങ്കിലും പിന്നീട് ഇവരുടെ സംസാരം നീണ്ടു പോകുന്നു. അങ്ങനെ ഇരുട്ടുന്നത് വരെ അവർ കഫേയിൽ ഇരുന്ന് സംസാരിക്കുന്നു. അതിനുശേഷം ബസ് കയറാനായി നിൽക്കുമ്പോൾ രണ്ടുപേർക്കും പോകാനായേ തോന്നുന്നില്ല. ഒടുക്കം ലാസ്റ്റ് ബസ്സിൽ സുഹ കയറുന്ന ടീം ഇനി അടുത്ത വിന്റർ ബ്രേക്കിന് ഞാൻ വരുമെന്ന് അവൾ പറയുന്നു. അപ്പോഴേക്കും ബസ് എടുത്തിരുന്നു. ബസ്സിന്റെ പിറകെ ഓടി അതിൽ ചെന്ന് കയറി വൂജിൻ ഞാൻ നിനക്ക് കത്തുകൾ എഴുതട്ടെ എന്ന് അവളോട് ചോദിക്കുന്നു. അപ്പോഴേ അവൾ മനസ്സ് നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് അതിന് സമ്മതിക്കുകയാണ്. കാരണം അവൻ കത്തുകൾ എഴുതട്ടെ എന്ന് ചോദിക്കുന്നത് അവന്റെ പ്രണയം കൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടം വരെ പഴയ ഇവരുടെ റിലേഷന്റെ കഥ പറയുന്ന വൂജിൻ ഇന്ന് രാത്രിയായില്ലേ, ഇനി നമുക്ക് നാളെ ബാക്കി കഥ പറയാന്ന് പറയുന്നു. അടുത്ത ദിവസമാകട്ടെ വൂജിനെ കാണുന്ന അലക്സ് അവനൊരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്യാൻ പോകുന്നു. ഭാര്യ മരിച്ച വൂജിനെ അല്ലെ അലക്സിന് അറിയൂ. ആ ഭാര്യ ഇപ്പോൾ തിരിച്ചു വന്ന കാര്യം അലക്സിന് അറിയില്ലല്ലോ. അലക്സ് അതിനെപ്പറ്റി പറയുമ്പോൾ സൂഹ തിരിച്ചു വന്ന കാര്യം വൂജിൻ അലക്സിനോട് പറയാതെ അവിടെ നിന്ന് പോകാനായി നോക്കുന്നു. കാരണം സൂഹ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അവൾ ഒരു പ്രേതമാണെന്നേ എല്ലാവരും കണക്കാക്കും. അന്ന് രാത്രി അലക്സ് ജങ്ങിന് പെൻഗ്വിൻസിനെ ഇഷ്ടമാണെന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് ഒരു പെൻഗ്വിന്റെ വേഷത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ വൂജിന്റെ വീട്ടിലേക്ക് എത്തുന്നു. വൂജിൻ അലക്സിനെ കണ്ടപാടെ സൂഹ അവിടെ ഉള്ളത് അലക്സ് കാണുന്നതിന് മുന്നേ അയാളെ പറഞ്ഞു വിടാനായി നോക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. അലക്സ് സൂഹയെ കാണുന്നു. അയ്യോ പ്രേതോന്നും പറഞ്ഞ് ഒരൊറ്റ ഓട്ടവും ഓടുന്നു. ആ സമയം വീണ്ടും ലവ് സ്റ്റോറിയുടെ ബാക്കി പറയാനായി സൂഹ ആവശ്യപ്പെടുന്നു. അങ്ങനെ കത്തുകളിലൂടെ ബന്ധം നിലനിർത്തിക്കൊണ്ടിരുന്ന വൂജിനും സൂഹയും അടുത്ത വിന്റർ ബ്രേക്കിന് സൂഹ നാട്ടിലേക്ക് എത്തുമ്പോൾ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഒരുപാട് നേരം ഇവർ സമയം ചെലവഴിച്ച് അവരുടെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞു അങ്ങനെയാണ് ഒന്ന് ചേർന്നതെന്ന കാര്യങ്ങളെല്ലാം വൂജിൻ പറയുന്നു. ഇപ്പോ തിരിച്ചു വന്നതിനു ശേഷം സൂഹ അവളുടെ ഈ ഒരു ലൈഫുമായി സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ മകന്റെയും ഹസ്ബൻഡിന്റെയും വീട്ടിലെയും കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആയി നോക്കുന്നു. ജങ്ങാകട്ടെ ഇനിയും മഴക്കാലം വരണം, മഴ ഒരുപാട് നാളെ നീണ്ടു നിൽക്കണം എന്ന ആഗ്രഹം എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാരണം മഴയാണ് തന്റെ അമ്മയെ കൊണ്ടുവന്നത്. ആ പെൻഗ്വിന്റെ കഥയിലെ പോലെ മഴ തീരുന്ന ദിവസം ആ അവസാന മഴത്തുള്ളിയോടൊപ്പം അതിന്റെ അമ്മ യാത്രയായതുപോലെ തന്റെ അമ്മ പോകരുതെന്നതാണ് അവന്റെ ഒരേ ഒരു പ്രാർത്ഥന. അടുത്ത ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഫാമിലിയുടെ കൂടെ ചെറിയൊരു ഔട്ടിങ്ങിന് വൂജിൻ പോകുന്നു. പക്ഷെ അവിടെ സൂഹയുടെയും ജെങ്ങിന്റെയും കൂടെ സന്തോഷകരമായി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് വൂജിൻ തല കറങ്ങി വീഴുന്നത്. തുടർന്ന് അയാളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് ബോധം വരുന്ന സമയം എന്നോട് സത്യം പറ എന്താ ഇതെന്നെല്ലാം സൂഹ ചോദിക്കുമ്പോൾ റിലേഷന്റെ കാര്യം പറഞ്ഞപ്പോ പറയാതെ വിട്ടുപോയ ചില കാര്യങ്ങളും കൂടി വൂജിൻ തുറന്നു പറയുന്നു. യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ റിലേഷനിലായ സമയത്ത് ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ മൂലം തല കറങ്ങി വീഴുന്ന ഒരു പ്രശ്നം ബ്രെയിനിലെ ചില തകരാറ് മൂലം വൂജിനുണ്ടായിരുന്നു. അന്നയാൾ സ്വിമ്മിംഗ് കരിയറിൽ വലിയൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായി ഇരിക്കുന്ന സമയമാണ്. തന്റെ സക്സസ് കാത്തിരിക്കുകയാണ് സൂഹ എന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന വൂജിൻ തനിക്ക് ആ ഒരു സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല, തനിക്ക് നല്ലൊരു സ്വിമ്മർ ആകാൻ കഴിയില്ല, ഈ തലകറക്കം തന്റെ കരിയറിനെ ബാധിക്കും, അതോടെ സൂഹയും അപ്സെറ്റ് ആകും എന്ന കാര്യങ്ങൾ കൊണ്ട് സൂഹയെ ബ്രേക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സൂഹ ഈ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും ഒരു രീതിയിലും വൂജിനെ വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല. തന്റെ വീട്ടുകാരുടെ എതിർപ്പ് പോലും മറന്ന് തന്റെ പഠനം പോലും ഉപേക്ഷിച്ച് വൂജിനെ വിവാഹം ചെയ്ത് ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടി. ഈ തലകറങ്ങുന്ന അസുഖമുള്ളത് കൊണ്ട് തന്നെ സ്വിമ്മിംഗ് കരിയർ ഉപേക്ഷിച്ച് ഒരു സാധാരണ ജോലിക്ക് വൂജിനും പോയി. പക്ഷെ അപ്പോഴും സൂഹ മരിച്ചിരുന്നു. ഇപ്പോൾ അവൾ ഫെയറി ടെയിൽസിലൊക്കെ കേട്ടിരിക്കുന്നത് പോലെ മഴക്കാലത്ത് വന്നതാണ്. ഇനി മഴക്കാലം അവസാനിക്കുമ്പോഴേക്കും പോകുമെന്ന കാര്യങ്ങളൊന്നും തന്നെ വൂജിൻ തുറന്നു പറയുന്നില്ല. പക്ഷെ അധികം വൈകാതെ അത് വൂജിന്റെ ഡയറിയിൽ നിന്ന് സൂഹ വായിച്ച് മനസ്സിലാക്കുന്നു. അവൾ പക്ഷെ അതിനെപ്പറ്റി ജെങ്ങിനോടോ വൂജിനോടോ ചോദിക്കാതെ ജെങ്ങിനെ ബേസിക് ആയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ്. അമ്മയില്ലെങ്കിലും അച്ഛനെ സഹായിച്ച് നല്ല രീതിയിൽ അവൻ ജീവിക്കാനായി അവനെ തനിയെ കുളിക്കാനും അത്യാവശ്യം ചില പാചകങ്ങളും അങ്ങനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. മഴക്കാലം അവസാനിക്കാറാകുന്നു. ജെങ്ങും വൂജിനും നല്ല സങ്കടത്തിലാണ്. കാരണം ആ കഥപുസ്തകത്തിലെ പോലെ സൂഹ പോകുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. സൂഹയും ജെങ്ങിന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ്ങും ചെറിയൊരു പാർട്ടിയും അറേഞ്ച് ചെയ്യുന്നു. വെളിയിൽ നിന്ന് ആരുമില്ല, ഇവര് മാത്രം ആഘോഷിക്കുന്ന ഒരു പാർട്ടി. അങ്ങനെ അതിനുശേഷം വൂജിന്റെ കൂടെ സമയം ചെലവഴിക്കുന്ന സൂഹ വൂജിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അച്ഛനെ പോലെ തന്നെ നമ്മുടെ മകനും നിങ്ങളെ പോലെ തന്നെ നമ്മുടെ മകനും നല്ലൊരു മനുഷ്യനായി വളരും, അതിലെനിക്ക് ഉറപ്പുണ്ടെന്ന് അവൾ പറഞ്ഞ് കരയാണ്. അങ്ങനെ അടുത്ത ദിവസം ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട് ജെങ്ങിന്റെ സ്കൂളിൽ. അവനതിൽ പെർഫോമും ചെയ്യുന്നുണ്ട്. അത് കാണാൻ വരണമെന്ന് അവൻ സൂഹയോടും വൂജിനോടും പറയുമ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ഒരു പ്രോഗ്രാമിന് പോകാൻ നിൽക്കുന്ന സമയം വൂജിന് കറക്റ്റായി ചെല്ലാൻ കഴിയുന്നില്ല. കാരണം സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ ചോയ് വെള്ളത്തിൽ വീണ് ചില പ്രശ്നമാവുന്നു. പക്ഷേ സൂഹ പറഞ്ഞതുപോലെ അവിടെ ചെല്ലുകയും സൂഹയുടെ മുന്നിൽ വെച്ച് ജെങ് പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ
ആരാകണം എന്നതാണ് നിങ്ങളുടെ ഡ്രീം എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ അച്ഛന്റെ സപ്പോർട്ട് സിസ്റ്റം ആകണം, അച്ഛനെ നന്നായി നോക്കണം, അതാണ് എന്റെ അമ്മയുടെ ആഗ്രഹമെന്ന് അവൻ സുഹയുടെ മനസ്സറിഞ്ഞതുപോലെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിയുമ്പോഴേക്കും മഴക്കാലം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നു. അവസാന മഴത്തുള്ളി പോകുന്നതിന് മുന്നേ സുഹയ്ക്ക് പോകാൻ സമയമായെന്ന് അവൾക്കും ഇത് കാണുന്ന ജെങ്ങിനും വൂജിനും ഒക്കെ മനസ്സിലാവുന്നു. ജെങ് അമ്മന്റെ അമ്മയെ യാത്രയാക്കാനായി ആ ടണലിന്റെ അവിടേക്ക് വരുന്നു. ഒട്ടും താല്പര്യമില്ല, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? അമ്മയുടെ മരണത്തിന് ഞാനല്ലേ കാരണം, അമ്മ എന്നെ പ്രസവിച്ചതോടെയല്ലേ ഒരു രോഗിയായി മാറിയതെന്നെല്ലാം വളരെ സങ്കടത്തിൽ ജെങ് പറയുമ്പോ ഒരിക്കലും അങ്ങനെ ഇല്ലാന്ന് സുഹ സമാധാനിപ്പിക്കുന്നു. ഈ സമയം ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ച വൂജിന് തലനാടിരക്കാണ് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്. അതോടെ ഇങ്ങോട്ടേക്ക് വന്ന സൈക്കിളും പോയി വേഗം ആ ടണലിന്റെ അവിടേക്ക് പോകാനായി ഓടുന്ന വൂജിൻ തല കറങ്ങി വീഴുന്നു. ആ സമയത്ത് തന്നെ തന്റെ ഫാമിലിയുടെ നല്ല മെമ്മറീസ് ഓർമ്മ വരുന്ന വൂജിൻ മയക്കത്തിൽ നിന്നുണരുകയും ആ ടണലിന്റെ അവിടേക്ക് എത്തുകയും ചെയ്യുന്നു. കറക്റ്റ് ആ സമയത്താണ് സൂഹ അവിടെ നിന്ന് മായുന്നത്. അങ്ങനെ സൂഹ വീണ്ടും ഇവരെ വിട്ടു പോയിരിക്കുന്നു. എങ്കിലും സൂഹ ഇടയ്ക്ക് വന്നു തന്ന ആ നല്ല ഓർമ്മകളും എക്സ്പീരിയൻസും ഇപ്പോൾ ഇവരുടെ ലൈഫിനെ മുന്നത്തേക്കാൾ ബെറ്റർ ആയി കൊണ്ടുപോകുന്നു. സൂഹ ഇല്ലെങ്കിലും തന്റെ അച്ഛന്റെ കൂടെ ചേർന്ന് താൻ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇപ്പോൾ ജെങ്കിന് അറിയാലോ. അതാണ് അമ്മയുടെയും സന്തോഷമെന്ന് മനസ്സിലാക്കി അവൻ ആ രീതിയിൽ ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് വൂജിനും തന്റെ ആ ഒരു ആൻസൈറ്റി പ്രോബ്ലം ഒക്കെ ഇപ്പോൾ മാറി തലകറക്കം ഒക്കെ കുറയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്വിമ്മിംഗ് ഇൻസ്ട്രക്ടറായാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് സൂഹ ഡയറിയിൽ കുറിച്ചു വെച്ച് പോയ ഒരു കാര്യം വൂജിൻ കാണുന്നത്. ആക്ച്വലി വൂജിൻ കരുതിയതുപോലെ വൂജിൻ ആയിരുന്നില്ല സൂഹയെ ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. സൂഹയ്ക്കും പഠിക്കുന്ന സമയം തൊട്ടേ വൂജിനെ ഇഷ്ടമായിരുന്നു. പക്ഷെ അത് തുറന്നു പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് കൂടെ കൊണ്ട് നടന്നു എന്ന് മാത്രം. അന്ന് ഡാൻസിങ്ങിന് പെയറാക്കുന്ന സമയം പോലും മോശമായി സൂഹ ഡാൻസ് കളിച്ചത് വൂജിന്റെ പേരാകാനായിട്ടാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വായിക്കുന്ന വൂജിൻ വളരെ ഇമോഷണൽ ആവുന്നു. എന്തായാലും അപ്പോഴേക്കും ഇവരുടെ ലൈഫിൽ ഇപ്പോൾ സൂഹ ഇല്ലെങ്കിൽ പോലും ഒരു ടൈം ട്രാവലിലൂടെ തങ്ങളുടെ ലൈഫിലേക്ക് വന്ന സൂഹ അവന്റെ ഇനി മുന്നോട്ട് വരാൻ പോകുന്ന ഓരോ വർഷത്തെയും ബർത്ത്ഡേക്ക് വേണ്ടി അവിടെ ഗിഫ്റ്റുകൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വർഷവും കടക്കുന്നോറും ജെങ് തന്റെ അമ്മയുടെ ആ ഒരു ബർത്ത്ഡേ കാർഡ് ഗിഫ്റ്റുകളെല്ലാം കണ്ട് ഒരുപാട് ഹാപ്പി ആകുന്നു. കൂടാതെ ഇപ്പോൾ ആ ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് ഒരു ടീനേജുകാരനായി മാറിയിരിക്കുകയാണ് ജെങ്. അവന്റെ ആ വർഷത്തെ ബർത്ത്ഡേക്ക് വൂജിൻ അവന് ഗിഫ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഡയറിയാണ്. തങ്ങളുടെ പ്രണയകഥ ജെങ് എഴുതിയ ആ ഒരു ഡയറി. അതേ ഡയറിയിൽ തന്നെയാണ് സൂഹ അവളുടെ പേഴ്സ്പെക്റ്റീവിലുള്ള വൂജിനോടുള്ള ആ പ്രണയകഥയും എഴുതിയിരിക്കുന്നത്. അങ്ങനെ അമ്മ എന്ന ആ ഒരു സ്ഥാനത്ത് ഇപ്പോഴും സൂഹ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ജെങ് തന്റെ അച്ഛനായ വൂജിന്റെ കൂടെ ഹാപ്പിയായി ജീവിക്കുന്നു. വൂജിനും സൂഹ തന്നെ വിട്ടു പോയിട്ടില്ല, എപ്പോഴും തന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഫീലിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അങ്ങനെ ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ആ ഒരാളെ വീണ്ടും ഒന്ന് കണ്ട് പറയാതെ വിട്ടുപോയ, പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഇതുപോലെ പറയാൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് തോന്നിപ്പോയി. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം.